മണിപ്പൂരിൽ വീണ്ടും സംഘർഷം പടരുകയാണ്. ഇന്നലെ രാത്രി മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ വീട് ആക്രമിച്ചു. കൂടുതൽ മേഖലകളിലേക്ക് സംഘർഷം വ്യാപിക്കുകയാണ്. മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും വീടുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു. പ്രധാനമന്ത്രി അടിയന്തരമായി മണിപ്പൂരിലെത്തണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വൈശാഖ് ആര്യൻ ദില്ലിയിൽ നിന്നും ചേരുകയാണ്. വൈശാഖ്, 11-ാം തീയതി മേറ്റേ വിഭാഗത്തിൽപ്പെട്ട 6 പേരെ, അതായത് 3 കുട്ടികളെയും 3 സ്ത്രീകളെയും കാണാതായിരുന്നു. ഇവരെ തട്ടിക്കൊണ്ടുപോയതാണെന്നും ഇവരെ കണ്ടെത്തണമെന്നുള്ള ആവശ്യം ശക്തമാക്കിക്കൊണ്ട് നേരത്തെ തന്നെ മണിപ്പൂരിൽ വിവിധ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് 6 മൃതദേഹങ്ങൾ ജിരിബാമിൽ നിന്നും കണ്ടെത്തിയത്. നദിയിൽ നിന്നാണ് 3 കുട്ടികളുടെയും 3 സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇത് നേരത്തെ കാണാതായവരുടെ മൃതദേഹമാണെന്ന വാർത്തകൾ പടർന്നതിന് പിന്നാലെയാണ് സംഘർഷം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വ്യാപകമായത്. മാത്രമല്ല, സർക്കാരും അധികൃതരും വേണ്ടത്ര ശ്രമങ്ങൾ ഇവരെ കണ്ടെത്തുന്നതിനു വേണ്ടി നടത്തിയില്ല. അവരുടെ കാര്യക്ഷമതയടക്കം ചോദ്യം ചെയ്താണ് സ്ത്രീകളടക്കമുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡിലിറങ്ങി, പ്രത്യേകിച്ചും ഇംഫാൽ മേഖലയിൽ പ്രതിഷേധങ്ങൾ നടത്തിയത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രതിഷേധങ്ങൾ വീണ്ടും അക്രമാസക്തമാവുകയായിരുന്നു. ഇംഫാൽ മേഖലയിൽ വ്യാപകമായിട്ട് 6 MLA-മാരുടെയും നിരവധി മന്ത്രിമാരുടെയും അതുപോലെ തന്നെ വീടുകളിലേക്ക്, ഔദ്യോഗിക വസതികളിലേക്ക് ഈ പ്രതിഷേധക്കാർ എത്തുകയും വീടുകൾ അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രി മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ഇംഫാലിലെ സ്വകാര്യ വസതിയിലേക്കും ഈ പ്രതിഷേധക്കാരെത്തുകയും ആക്രമിക്കുകയും ചെയ്തു. ടിയർ ഗ്യാസ് പ്രയോഗിച്ചാണ് ഇവരെ അവിടെ നിന്നും മാറ്റാൻ വേണ്ടി ഉദ്യോഗസ്ഥർക്ക് സാധിച്ചത്. മാത്രമല്ല, ഇംഫാൽ മേഖലയിലാകെ ആരാധനാലയങ്ങൾക്ക് നേരെയും വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരാധനാലയങ്ങൾ കത്തിച്ചിട്ടുണ്ട് എന്ന വാർത്തകളുണ്ട്. നഗരത്തിൽ പലയിടങ്ങളിലായിട്ട് മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും വാഹനങ്ങൾ അക്രമികൾ തീയിട്ട ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ വ്യാപകമായിട്ട് സംഘർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ പടരുകയാണ്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് നേരത്തെ തന്നെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനവും ഇംഫാലിൽ സമ്പൂർണ്ണ കർഫ്യൂവും സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ഒരു നടപടി സംഘർഷം കൂടുതൽ വ്യാപിക്കുന്നതിലേക്ക്, അക്രമികളെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതിലേക്കാണ് കടന്നത്. ഹസ്പ 7 പോലീസ് സ്റ്റേഷൻ മേഖലകളിൽ പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ ഈ പ്രതിഷേധക്കാരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇത് പിൻവലിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കൂടുതൽ സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായിട്ട് മണിപ്പൂരിലേക്ക് എത്തണമെന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പരമാവധി ഈ സംഘർഷം അവസാനിപ്പിക്കാൻ, അക്രമം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു കണ്ടെത്തിയ മൃതദേഹങ്ങൾ കാണാതായവരുടേതാണ് എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ സർക്കാർ അറിയിച്ചിട്ടില്ല. അത് സംഘർഷം, ആ സ്ഥിരീകരണം വരികയാണെങ്കിൽ സംഘർഷം വീണ്ടും വ്യാപകമാകുമെന്നൊരു ആശങ്കയുണ്ട്. ഏതായാലും മണിപ്പൂർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കത്തുകയാണ്. അനൂപ്, വൈശാഖാരനാണ് ദില്ലിയിൽ നിന്നും മണിപ്പൂർ കലാപങ്ങളുടെ പുതിയ വിശദാംശങ്ങൾ പങ്കുവച്ചത്.